തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത് 2011-ലാണ്. അന്നു മുതൽ ഇന്നുവരെ കേരളത്തിലെ പ്രധാന മുന്നണികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പേടി സ്വപ്നമാണ് ഈ മണ്ഡലം. കാരണം 2011-ൽ നേമം മണ്ഡലം രൂപം മാറി പുതിയ അതിർത്തികളോടെ തെരഞ്ഞെടുപ്പിന് സജ്ജമായതു മുതൽ മണ്ഡലം ഒരു BJP അനുകൂല മനോഭാവം കാണിച്ചു തുടങ്ങിയിരുന്നു. 2011-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമെടുത്ത് പരിശോധിച്ചാൽ ആ മാറ്റം മനസ്സിലാകും. 2006-ൽ മണ്ഡലം രൂപം മാറുന്നതിന് മുൻപ് മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി വെങ്ങാനൂർ ഭാസ്കരനെ തോൽപ്പിച്ച് കോൺഗ്രസ് നേതാവ് N. ശക്തൻ വിജയിക്കുകയായിരുന്നു. അന്ന് ശക്തൻ 56,648 വോട്ടുകൾ നേടിയപ്പോൾ CPM-ന് ലഭിച്ചത് 50,135 വോട്ടാണ്. അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മലയഗിരി രാധാകൃഷ്ണനാണ്. നേടിയ വോട്ടുകൾ 6,705. തൊട്ടടുത്ത തവണ, അതായത് 2011 മുതൽ കഥ മുഴുവൻ മറിയുകയായിരുന്നു. രൂപം മാറിയ നേമം നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ CPM നേതാവ് B. ശിവൻകുട്ടിയാണ് വിജയിച്ചതെങ്കിലും അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് BJP സ്ഥാനാർത്ഥി O. രാജഗോപാലായിരുന്നു. രാജഗോപാൽ നേടിയ വോട്ടുകൾ 43,661. 2006-ൽ വെറും 6,705 വോട്ടുകൾ നേടിയ BJP തൊട്ടടുത്ത തവണ 38,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ചു. ആ രീതിയിലായിരുന്നു മണ്ഡലത്തിൽ രൂപമാറ്റം സംഭവിച്ചത്. BJPക്ക് അനുകൂലമായ ഒരു മണ്ഡലമായി നേമം മാറിയത് അതിൻ്റെ രൂപമാറ്റത്തിലൂടെ തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നു മുതൽ ഇന്നുവരെ ഈ മണ്ഡലം മറ്റു രണ്ട് മുന്നണികൾക്കും പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2011-ൽ CPM നേതാവ് V. ശിവൻകുട്ടി അവിടെ മത്സരിച്ച് വിജയിച്ചെങ്കിലും 2016-ൽ മണ്ഡലം BJP പിടിച്ചെടുത്തു. അന്നുള്ളതിൽ BJPയിലെ ജനകീയനായ സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിച്ചിരുന്ന O. രാജഗോപാൽ അവിടെ മത്സരിക്കുകയും മണ്ഡലം അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 2021-ൽ ശക്തമായ പോരാട്ടത്തിൽ CPM വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ചു. അതിനിടെ 2011, 2016, 2021 വർഷങ്ങളിൽ മണ്ഡലത്തിലെ UDF നിലപാടിനെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. 2011-ലും 2016-ലും UDFൽ കോൺഗ്രസ് അല്ല മണ്ഡലത്തിൽ മത്സരിച്ചത്. സീറ്റ് ലഭിച്ചത് ഘടകകക്ഷികൾക്കാണ്. അതിൽ 2016-ൽ കേരള കോൺഗ്രസിലെ സുരേന്ദ്രപിള്ള മത്സരിച്ച സമയത്ത് UDFൻ്റെ വോട്ടുകൾ വളരെയധികം കുറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും മണ്ഡലത്തിൽ BJP വിജയം കണ്ടു. എന്നാൽ 2021-ൽ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാനെത്തുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വിഭജിച്ചു പോകാതെ തടയുകയും BJP അടിപതറുകയും ചെയ്തു. എങ്കിലും നേമം മണ്ഡലത്തെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു ശക്തമായ ഘടകമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഏകദേശം പുതുമുഖങ്ങൾ ആയിരിക്കും മത്സരിക്കാനെത്തുക എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 3 മുന്നണികൾക്കും പുതുമുഖ സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ മത്സരം ചൂടേറിയതാകുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021-ലെ പോലെ ഇത്തവണയും നേമം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധി തന്നെ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരിക്കൽ കൂടി ഈ മണ്ഡലം ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്ത് BJPക്ക് അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ 3 പേർ അടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നേമം മണ്ഡലത്തിനു വേണ്ടി കോൺഗ്രസ് അനൗദ്യോഗികമായി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിലുള്ള 3-ൽ 2 പേരും പുതുമുഖങ്ങളുമാണ്. മൂന്നാമത്തെയാൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എങ്കിലും വിജയിച്ചിട്ടില്ല. അതായത് നേമം നിയമസഭാ മണ്ഡലത്തിൽ 2026-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ യഥാക്രമം കോൺഗ്രസ് നേതാക്കളായ മണക്കാട് സുരേഷ്, VR ഹരി എന്നിവരുടെ പേരുകളാണ് മുൻപന്തിയിലുള്ളത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് വനിതാ നേതാവുമായ വീണ S. നായരുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 3 പേരിൽ ഒരാളായിരിക്കും നേമം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. താരതമ്യേന പ്രമുഖരല്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ K. മുരളീധരൻ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടും 3-ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മിക്ക പ്രമുഖ നേതാക്കളെല്ലാം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധ്യത കുറഞ്ഞ ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ ഇറക്കി മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്.
നേമം നിയമസഭാ മണ്ഡലത്തിലെ MLA നിലവിൽ വി ശിവൻകുട്ടിയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം. നേമത്ത് ശിവൻകുട്ടി 3 തവണ മത്സരം പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തവണ മണ്ഡലത്തിൽ വി ശിവൻകുട്ടി സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. വി ശിവൻകുട്ടി മണ്ഡലം ഒഴിയുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് ആരാണെന്ന ചോദ്യമാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. അത് മറ്റാരുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനാണ്. കോർപ്പറേഷൻ മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതല ഏറ്റതു മുതൽ നിരവധി വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും അവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എങ്കിലും CPMനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യ എന്നാണ് കരുതപ്പെടുന്നത്. മുൻ കോർപ്പറേഷൻ മേയർ വി ശിവൻകുട്ടി പിൽക്കാലത്ത് MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും MLAയായി തുടർന്ന് മന്ത്രിയാവുകയും ചെയ്തതുപോലെ. മറ്റൊരു ഉദാഹരണം എടുത്താൽ കഴിഞ്ഞ കോർപ്പറേഷൻ മേയർ VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും തുടർന്ന് വട്ടിയൂർക്കാവിൻ്റെ MLA ആവുകയും ചെയ്തതുപോലെ ആര്യ രാജേന്ദ്രനെയും പാർട്ടിയുടെ പ്രതിനിധിയായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം. 2011 നിയോജക മണ്ഡലത്തിൻ്റെ നിർണയത്തിനു ശേഷം തിരുവനന്തപുരം നഗരസഭയിലെ 37 മുതൽ 39 വരെ വാർഡുകളും 48 മുതൽ 58 വരെ വാർഡുകളും 61 മുതൽ 68 വരെ വാർഡുകളും നേമം നിയോജക മണ്ഡലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പേർക്കും പരിചിതയാണ്. 2016 നേമം മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിച്ചത് BJP നേതാവ് O രാജഗോപാലാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP MLA വിജയിച്ചു. 2021 രാജഗോപാലിന് പകരം മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് കുമ്മനം രാജശേഖരനായിരുന്നു. എന്നാൽ O രാജഗോപാലിനെ പോലെ ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞില്ല. മാത്രമല്ല LDFിലും UDFിലും ശക്തനായ സ്ഥാനാർത്ഥികളുമായിരുന്നു. ഇത്തവണ മണ്ഡലത്തിൽ പുതുമുഖ മത്സരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. സ്വാഭാവികമായും ജനകീയനായ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി യുവ നേതാവും മണ്ഡലത്തിലെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയുമായ MR ഗോപനാണ് ഇത്തവണ നേമത്ത് BJP സ്ഥാനാർത്ഥിയാകാൻ മുൻതൂക്കം. തിരുവനന്തപുരം നഗരസഭയിലെ BJP പാർലമെന്ററി പാർട്ടി നേതാവും BJP സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് MR ഗോപൻ. അതായത് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ്. നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ 67-ാം വാർഡായ പൊന്നുമംഗലം വാർഡിലെ കൗൺസിലറാണ് MR ഗോപൻ. BJPയിലെ V മുരളീധരൻ ഗ്രൂപ്പിന്റെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ MR ഗോപനെതിരെ നിരവധി എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണകാലയളവിലും MR ഗോപൻ തന്നെയായിരുന്നു കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ്. 2018 BJPക്കുള്ളിൽ നിലനിന്ന ശക്തമായ വിഭാഗീയതയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് RSS നോമിനിയായ ഗിരിയെ മാറ്റിയിരുന്നു. പകരം V മുരളീധരൻ ഗ്രൂപ്പിലെ നേതാവായ MR ഗോപനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുകയായിരുന്നു. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്ന BJPയിലെ വിഭാഗീയത ഏതെങ്കിലും തരത്തിൽ നേമത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാധീനം ചെലുത്തുമോ എന്ന ആശങ്കയിലാണ് V മുരളീധരൻ്റെയും MR ഗോപൻ്റെയും അനുകൂലിക്കുന്നവരുടെ പേര്. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ പ്രധാന പോരാട്ടം CPMലെ ആര്യ രാജേന്ദ്രനും BJPയിലെ MR ഗോപനും തമ്മിലാകും. നിലവിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാണ്. ഗോപൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും. ഇവർ തമ്മിലുള്ള പോരാട്ടം നിയമസഭയിലേക്ക് മാറുമ്പോൾ അതിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ് ചോദ്യം. മണ്ഡലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരിടമാണ്. എന്നാൽ അതേ മുൻതൂക്കം CPMനും ഇവിടെ പറയാൻ കഴിയും. സാഹചര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടുകളാണ് ഇവിടെ വിജയം നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ആ വോട്ടുകൾ ആർക്ക് ലഭിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ. നിലവിലെ അനൗദ്യോഗിക പട്ടിക പരിശോധിച്ചാൽ കോൺഗ്രസിലെ വീണ S നായർ ഒഴികെ മറ്റെല്ലാവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളാണ്. എന്നാൽ കോർപ്പറേഷൻ മേയർ ആര്യ S രാജേന്ദ്രനും MR ഗോപനും നേമം മണ്ഡലത്തെ നേരിട്ട് അറിഞ്ഞുള്ള പരിചയമുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം. എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രനേക്കാൾ ജനങ്ങളുമായി ബന്ധമുള്ളത് MR ഗോപനാണെന്ന് പറയാം. കാരണം ഗോപൻ കൗൺസിലറായി ഇരിക്കുന്ന വാർഡ് നേമം മണ്ഡല പരിധിയിലാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർക്കാനുണ്ട്. മണ്ഡലത്തിൽ UDF പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന വസ്തുത.